സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗ് ഉണ്ട്, വായോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി വിളിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്നാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ 2 അനിയത്തിമാരും കൂടെ കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളാണെന്ന് എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തോന്നിയില്ല കേട്ടോ. അതിന് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ തിന്നായിട്ടുള്ള നമ്മുടെ സേമിയ ഉണ്ടല്ലോ, അത് നന്നായി കുഞ്ഞായിട്ട് നുറുക്കിയെടുക്കുന്നുണ്ട്. അത് ഒരു 1.5 പാക്കറ്റ് എടുത്തേണ്ട കേട്ടോ. പിന്നെ കസ്റ്റാർഡ് പൗഡർ ഒരു 3 സ്പൂണും 2 സ്പൂൺ മിൽക്ക് പൗഡറും കലക്കിയിട്ട് നമ്മുടെ തിളച്ച് വന്ന പാലിലോട്ട് ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. പിന്നെ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് സത്യത്തിൽ ബട്ടറായിരുന്നു ഇടേണ്ടത്. അവൾ ഓർമ്മയില്ലാതെ നെയ്യ് കുറച്ച് ഒഴിച്ച്, അത് കുഴപ്പമില്ല. എന്നിട്ട് 100 ഗ്രാം ബട്ടർ ഇട്ടിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മുടെ പൊടിച്ച് വെച്ച സേമിയ ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് വഴറ്റി വറുത്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ പാലിൻ്റെ മിക്സിലോട്ട് മധുരത്തിന് മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം, പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതൊക്കെ നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സേമിയൊക്കെ വറുത്ത കൂട്ടിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടും ടേസ്റ്റിന് വേണ്ടിയിട്ടും പാൽപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മുടെ ഏലക്ക പൊടിച്ചത് 2ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേമിയം വേറെ വേവിക്കണമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ പാലിൻ്റെ മിക്സിലോട്ട് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പാൽ മിക്സ് ഒന്ന് നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് കട്ടയൊക്കെ കളയാൻ വേണ്ടിയിട്ടൊന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ 4 വശവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പുഡിങ്ങിൻ്റെ ഏതാണോ സെറ്റ് ചെയ്യുന്ന ആ ട്രെയിൽ നിരത്തി നല്ല ഫില്ല് ചെയ്ത് വെച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ബ്രെഡിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും മിൽക്ക് മെയ്ഡും പഞ്ചസാര പൊടിച്ചതും ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതാണ് കേട്ടോ ബ്രെഡ് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ബ്രെഡ് നന്നായിട്ട് നനഞ്ഞാൽ മാത്രമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മുടെ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ വശത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ടാണ് നമ്മുടെ ആ സേമിയ വറുത്ത മിക്സ് ഉണ്ടല്ലോ, അത് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സേമിയ ഇങ്ങനെ വേറെ വേവിക്കണമെന്നില്ലാത്തതുകൊണ്ടാണ് അത് അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം പറഞ്ഞത്. 3 പാത്രത്തിലായിട്ടാണ് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്തത്. അതിനകത്ത് ഒരു പാത്രത്തിൽ നമ്മൾ ബ്രെഡിന് പകരം ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റത്തെ ലെയർ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു 7-8 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ അലങ്കരിച്ച് കൊടുത്തിരിക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് കേട്ടോ. മൊത്തം കൺഫ്യൂഷനായിരുന്നു എങ്ങനെ ഇതൊന്ന് അലങ്കരിക്കും എന്നുള്ളത് കേട്ടോ. എന്നിട്ട് ബിസ്ക്കറ്റിൻ്റെ ബിസ്ക്കറ്റ് കുത്തി വെച്ച് കൊടുത്തു, ബാക്കിയുള്ളതിൽ മറ്റേതിൽ നമ്മൾ സേമിയയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ബോർഡറിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് തന്നെ എന്താ പറയുക, അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പീസ് കിട്ടിയില്ല കേട്ടോ. ഒരു 7-8 മണിക്കൂർ ഇരിക്കണം, എന്നാലാണ് കറക്റ്റ് ഷേപ്പിന് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് മക്കൾ വരാറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞനിയത്തിക്കൊക്കെ വേഗം പോകണമായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിക്കണത് കാണിച്ചത്.